ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ചില ആളുകളുണ്ട് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജ് കണ്ടിട്ടുണ്ടാവും, പക്ഷെ റിപ്ലൈ തരില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ മെസ്സേജ് കണ്ടിട്ടും റിപ്ലൈ തരാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ ഒരു സംശയം പലർക്കും വരാറുണ്ട്. കുറേ കാരണങ്ങളുണ്ട്. ഒരു 4-5 കാര്യങ്ങൾ ഞാനിന്ന് പറഞ്ഞുതരാം. മനസ്സിലാക്കുക, ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും അവർ നിങ്ങൾക്ക് റിപ്ലൈ തരാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഇതിലുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊന്നല്ല, നിങ്ങൾ എന്ന വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പേടി, ഒരു ഇമോഷണൽ ഇഷ്യൂ അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അതായിരിക്കാം ഒന്നാമത്തെ റീസൺ ആയിട്ട് വരുന്നുണ്ടാവുക. അതായത് അവർക്ക് മാനസികപരമായ വിഷമങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് നോർമലി അങ്ങനെ തന്നെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ മനസ്സിൽ സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആരോടും സംസാരിക്കാൻ തോന്നില്ല. ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരും ആ രീതിയിലൊക്കെ ആയിരിക്കും നമ്മുടെ മെസ്സേജ് കണ്ടു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് റിപ്ലൈ തരണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികപരമായിട്ട് എന്തെങ്കിലും വിഷമത്തിലൊക്കെയാണ് അവരിയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം അടുത്തടുത്തുള്ള ആളുകളൊന്നും അല്ലല്ലോ, കുറച്ച് അകലെയുള്ള അല്ലെങ്കിൽ നേരിട്ട് കാണാത്തതുകൊണ്ടാണല്ലോ നമ്മൾ മെസ്സേജൊക്കെ അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ പിന്നെ വിളിക്കുന്ന സമയത്തോ സംസാരിക്കുന്ന സമയത്തോ നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇമോഷണൽ ഇഷ്യൂ ഉണ്ടായിരിക്കാം. ഇത് എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില സമയങ്ങളിൽ മാത്രമായിരിക്കും. ഇമോഷണലി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും, എപ്പോഴും അങ്ങനെ ആവണം എന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവൻ അല്ലെങ്കിൽ അവള് കുറച്ച് സമയം എൻ്റെ മെസ്സേജ് വരുന്നത് വരെ, അതായത് എൻ്റെ മെസ്സേജ് അവർക്ക് കിട്ടുന്നത് വരെ, ആ റിപ്ലൈ കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ എന്നവർ വിചാരിക്കണ്ടാവും. അതായത് നിങ്ങൾ കുറച്ചു നേരം അവർക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കട്ടെ. അപ്പം ആളുടെ ഒരു ഡിമാൻഡാണല്ലോ അവിടെ കൂടുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു കൺട്രോള് ആളുടെ കയ്യിലേക്ക് വരും എന്നൊക്കെയാണ് അവർ വിചാരിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് അവർ അത് കണ്ടിട്ടും റിപ്ലൈ തരുന്നില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. അയ്യോ, എന്താ എൻ്റെ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ തരാത്തത്? നമ്മൾ പിന്നെയും എടുത്ത് നോക്കും, ആൾ ഓൺലൈനിൽ വരുന്നുണ്ടോ, ഇപ്പോൾ വന്നിട്ടും എന്താ എൻ്റെ മെസ്സേജിന് റിപ്ലൈ തരുന്നില്ലാത്തത്? അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമോ? നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അത്രയും സമയം നമ്മൾ ആ ഒരാളെക്കുറിച്ചാവും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. മാത്രമല്ല നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷനാവും. അവരെ അങ്ങനെ മിസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ ഒരു മെസ്സേജ് വരാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരിലേക്ക് അഡിക്റ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. അപ്പം അങ്ങനെ നമ്മുടെ കൺട്രോള് അവരുടെ കയ്യിൽ വരണം എന്നവർ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് സമയം എൻ്റെ മെസ്സേജ് പോകുന്നത് വരെ, അതായത് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് വരെ ആളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കട്ടെ എന്ന ചിന്ത കൊണ്ടും അവർ റിപ്ലൈ തരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും നിങ്ങളോടോ ഈ റിലേഷൻഷിപ്പിനോടോ ഇല്ല. അപ്പം അത് കാണിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ടാണ് അവർ ഈ ഒരു രീതിയിലുള്ള ഈ ഒരു പെരുമാറ്റത്തെ എടുക്കുന്നത്. അതായത് ആൾക്ക് വലിയ രീതിയിലുള്ള താല്പര്യമൊന്നും നിങ്ങളെടുത്തില്ല, അതല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനോടൊന്നും ഇല്ല. അപ്പോൾ അതെങ്ങനെ അറിയിക്കാം എന്നവർ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവുക, അങ്ങനെ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ പതിയെ മനസ്സിലാക്കി എടുക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്യണ്ടാവുക. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളെടുത്തോ ഈ റിലേഷൻഷിപ്പിനോടോ താല്പര്യം അവർക്കില്ല എന്നുണ്ടെങ്കിൽ അത് തുറന്നു കാണിക്കാനുള്ള ഏറ്റവും നല്ല വഴിയായിട്ട് അവരിങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവരെ ഇമോഷണലി ചിലപ്പോൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടാവും, ബ്ലെയിം ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ ഒരു പേടി ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളോ സംസാരങ്ങളോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വീണ്ടും എനിക്കുണ്ടാവുക ഹേർട്ട് തന്നെയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ റിപ്ലൈ കൊടുക്കുന്നേ ഇല്ല എന്നൊക്കെ അവർ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്നല്ല, നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കാരണം അവർക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും അത്തരത്തിൽ വിഷമം ഉണ്ടാകുമോ എന്ന് പേടിയുള്ളത് കൊണ്ടോ, സംസാരിക്കാൻ തീരെ താല്പര്യം അവർക്ക് ആ സമയത്ത് തോന്നാത്തത് കൊണ്ടോ അവർ നിങ്ങൾക്ക് റിപ്ലൈ തരാനുള്ള സാധ്യതയില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അവരെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ റിപ്ലൈ തരാനുള്ള സാധ്യത കുറവാണ്. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചെടുക്കുക, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്ത് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെ പ്രവൃത്തി നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ ആ ഒരു റീസൺ കൊണ്ടും അവർ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് തിരിച്ചറിയുക, അവരെ കുറ്റപ്പെടുത്താതിരിക്കുക, ഇങ്ങനെ അവർ റിപ്ലൈ തരാതിരിക്കുന്നുണ്ടെങ്കിൽ. ഇനി ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഡയറക്റ്റ് നിങ്ങളെ റിജക്റ്റ് ചെയ്യാതെ നിങ്ങളെ മാറ്റി നിർത്തുക. അതായത് ഡയറക്റ്റ് നിങ്ങളോട് പറയുന്നില്ല, നീ ഒന്ന് നിർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഈ ഒരു ഇതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് അവർ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നില്ല. ബട്ട് ഇൻഡയറക്റ്റ്ലി അത് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുകയാണ്. അതായത് നിങ്ങളെ മാറ്റി നിർത്തുകയാണ് അവർ ചെയ്യുന്നത്.
ഇങ്ങനെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ തന്നെ ചിന്തിക്കും, ഓ ഇതെന്തോ എന്നോട് ഇഷ്ടക്കുറവാണ് എന്നുള്ളത് സംഭവം. അപ്പോൾ അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും ഇത് എന്നോടുള്ള ഒരു ഇഷ്ടക്കുറവ് തന്നെയാണ്, സോ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാനായിട്ട് അങ്ങോട്ട് പോയിക്കോളാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങളായിട്ട് അങ്ങോട്ട് ഒഴിഞ്ഞു മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇൻഡയറക്റ്റ്ലി ചെയ്യുന്നൊരു കാര്യമായിരിക്കാം ഇത്. ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു മടി കൊണ്ടോ ഒക്കെ ആയിരിക്കാം അവരങ്ങനെ ചെയ്യുന്നുണ്ടാവാം. സോ ഇൻഡയറക്റ്റ്ലി നിങ്ങളെ മാറ്റി നിർത്തുന്നതും നിങ്ങളായിട്ട് ഒഴിഞ്ഞു പോകണം എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുള്ളത് കൊണ്ടും ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ അവര് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ ഹേർട്ട് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമോഷണലി അവർ ഡൗൺ ആയിരിക്കുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇപ്പൊ ഞാൻ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ നിങ്ങളെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെയാണ് ചെയ്യുന്നത്, അതിനു മുമ്പേ നിങ്ങൾ തമ്മിലൊരു വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഹേർട്ട് ചെയ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒറ്റയടിക്ക് ആൾക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്, അപ്പം ഞാൻ ഇവിടെ വെച്ച് അങ്ങോട്ട് ബ്രേക്കപ്പ് ആക്കുകയാണ് എന്നൊന്നും പറഞ്ഞ് പോകരുത്. നിങ്ങൾക്ക് നഷ്ടമാവുക നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. അതല്ലാതെ തിരക്കുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. തിരക്കുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലാത്ത ആളുകൾ ഇങ്ങനെ റിപ്ലൈ തരാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ പതിയെ മനസ്സിലാക്കി എടുക്കുക. നിങ്ങളോട് ഇഷ്ടമല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ടൊക്കെ അവർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പൊക്കോ. പിന്നെ അങ്ങനെ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് വാല്യൂ കിട്ടാത്ത അവിടെ നിൽക്കണം എന്ന് ഞാൻ ഒരിക്കലും ഒരാളോടും പറയില്ല. നമുക്ക് റെസ്പെക്ട് കിട്ടുന്നവിടെ, നമുക്ക് വാല്യൂ കിട്ടുന്നവിടെ, നമ്മൾക്ക് പ്രയോറിറ്റി നൽകും എന്ന് തോന്നുന്നിടത്ത് മാത്രം നമ്മൾ നിൽക്കുക. അല്ലാത്തവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വില ഉണ്ടായിരിക്കില്ല. അതായത് അവർ നമ്മളെ ഒരിക്കലും മൈൻഡ് പോലും ചെയ്യില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. കരഞ്ഞുകൊണ്ടിരിക്കാനല്ല നമുക്ക് ജീവിതം ഉള്ളത്. എൻജോയ് ചെയ്യാനാണ്, സന്തോഷിക്കാനാണ്. അതെപ്പോഴും മനസ്സിൽ ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, സൊല്യൂഷൻ ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യാതൊരു പേടിയില്ലാതെ ധൈര്യമായിട്ട് ഒരു മടിയില്ലാണ്ട് നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് ഞങ്ങളോട് പറയുകയാണെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്